എല്ലാവർക്കും നമസ്കാരം. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. ഭഗവാന്റെ മുന്നിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പലതും ചോദിക്കാറുണ്ട് അല്ലേ? എന്നാൽ ഭഗവാൻ തിരിച്ച് നമ്മളോട് സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഈ പുണ്യമായ വൈശാഖ മാസത്തിൽ രാവിലെ ഉറക്കമുണരുമ്പോൾ ഏതോ ഒരു ക്ഷേത്രത്തിൽ പോയ പോലെയോ അല്ലെങ്കിൽ ആരുടെയോ ഒരു സാമീപ്യം അടുത്തുള്ളതുപോലെയോ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ചിലപ്പോൾ കണ്ട കാര്യങ്ങൾ നമ്മൾ മറന്നു പോയിട്ടുണ്ടാവാം. അതായത് നമ്മൾ സ്വപ്നത്തിൽ എന്തൊക്കെയോ കണ്ടു, ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു ക്ഷേത്രമോ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭഗവാനെയോ ദേവിയോ ഒക്കെ നമ്മൾ സ്വപ്നത്തിൽ കണ്ടതുപോലെ നമ്മൾക്ക് ഓർമ്മയുണ്ടാവും. എന്നാലും പൂർണ്ണമായിട്ട് നമ്മൾക്കൊരു ക്ലാരിറ്റിയിൽ ഓർമ്മ കിട്ടണുണ്ടാവില്ല. അതായത് ചിലപ്പോൾ നമ്മൾ കണ്ട കാര്യങ്ങൾ പൂർണ്ണമായിട്ടും മറന്നു പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓർക്കുന്നുണ്ടാവാം. പക്ഷെ ആ ഒരു അനുഭൂതി നമ്മുടെ കൂടെ തന്നെ അങ്ങനെ നിലനിൽക്കുന്നുണ്ടാവും. ഇത് വെറും സ്വപ്നങ്ങളല്ല, ഇതൊരു ലക്ഷണമാണ്. ഭഗവാൻ തീർച്ചയായും നമ്മളോട് എന്തോ പറയാനുള്ള ഒരു ശ്രമത്തിലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. മഹാദേവനെ സ്വപ്നത്തിൽ കണ്ടാൽ എന്താണ് അർത്ഥം? കഴിഞ്ഞ ദിവസം നമ്മളുടെ ഒരു ഭക്ത ചോദിക്കുകയുണ്ടായി, ഭഗവാനെ സ്വപ്നത്തിൽ കണ്ടു, സാക്ഷാൽ മഹാദേവനെ സ്വപ്നത്തിൽ കണ്ടു, എന്താണ് ഇതിന്റെ പിന്നിലുള്ളത് എന്ന് ചോദിക്കുകയുണ്ടായി. അല്ലെങ്കിൽ ചിരിച്ചു നിൽക്കുന്ന കണ്ണനെ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ഏത് മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്? സ്വപ്നശാസ്ത്രവും ഭക്തിയും ഒത്തുചേരുന്ന ചില അത്ഭുതകരമായ സത്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് കേട്ടോ. നിങ്ങൾ പൂർണ്ണമായിട്ടും വീഡിയോ കാണാൻ ശ്രമിക്കുക. അതിനു മുമ്പ് നമ്മുടെ തുളസി തീർത്ഥം എന്ന ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ നമ്മളിപ്പോൾ മെമ്പർഷിപ്പ് ആക്റ്റീവ് ആയിട്ടുണ്ട്. താല്പര്യമുള്ളവർ സന്തോഷപൂർവ്വം അതിലൊന്ന് ജോയിൻ ആയാൽ അത്രയും സന്തോഷം. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ, ഒരു നിർബന്ധവും ഇല്ല ഭഗവാന്റെ നാമത്തിൽ. ചില നേരങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രത്യേക സമാധാനം ഉണ്ടല്ലോ, അത് എവിടെ നിന്നാണോ വരുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഈ പുണ്യമായ വൈശാഖ മാസത്തില് പുലർച്ചെ എഴുന്നേൽക്കുമ്പോൾ മനസ്സിൽ ഒരു മഞ്ഞ പട്ടുടുത്ത രൂപമോ ഒരു ചന്ദന ഗന്ധമോ മാത്രം ബാക്കിയാവുകയും കണ്ടത് എന്താണെന്ന് കൃത്യമായി ഓർക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. നിങ്ങൾ ഭഗവാന്റെ അടുത്തേക്ക് പോയതല്ല, സാക്ഷാൽ ഭഗവാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നതാണ് കേട്ടോ. മഹാദേവനെ ധ്യാന രൂപത്തിലോ ലിംഗരൂപത്തിലോ നിങ്ങൾ കാണുകയാണെങ്കിൽ തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറുമെന്നാണ് പറയുന്നത്. അതായത് മഹാദേവനെ സ്വപ്നത്തിൽ കാണുന്നത് കേവലം ഒരു യാദൃശ്ചികതയല്ല, അത് ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമാണ് എന്ന് തന്നെ പറയാം. എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമൊന്നുമല്ല കേട്ടോ. മഹാദേവന്റെ ഓരോ രൂപവും നമ്മൾ സ്വപ്നം കാണുന്നതിന് പിന്നിൽ ഓരോ സവിശേഷതകളുണ്ട്. നിങ്ങൾ ഒരു ശിവലിംഗമാണ് സ്വപ്നത്തിൽ കണ്ടത് എന്ന് വിചാരിക്കുക. അത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയം കൈവരിക്കാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ്. ഏറെ നാളായി മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ സഫലമാകാൻ തുടങ്ങുന്ന ഒരു നിമിഷമാണിത്. ഇനി ശിവനെ സ്വപ്നത്തിൽ കാണുക എന്ന് പറഞ്ഞാൽ അത് പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ മാറ്റത്തിന്റെ, അതായത് ഒരു ടേണിംഗ് പോയിന്റിന്റെ സൂചനയാണ് എന്ന് തന്നെ പറയാം. പണ്ടൊരു ഭക്തന്റെ കഥയുണ്ട്. വലിയൊരു പ്രതിസന്ധിയിൽ തളർന്നിരിക്കുമ്പോൾ അദ്ദേഹം സ്വപ്നത്തിൽ കണ്ടത് ധ്യാനിച്ചിരിക്കുന്ന മഹാദേവനെയാണ്. ഉണർന്നപ്പോൾ അദ്ദേഹം കണ്ടത് താൻ ഭയപ്പെട്ടിരുന്ന ആ വലിയ പ്രശ്നം ഒരു മഞ്ഞു തുള്ളി പോലെ ഉരുകി പോകുന്നതായിട്ടാണ്. ശിവൻ സ്വപ്നത്തിൽ വരുന്നത് നിങ്ങളുടെ ഉള്ളിലെ ഭയത്തെ ദഹിപ്പിക്കാനാണ്. നിങ്ങൾ ഒരു വലിയ കഷ്ടതയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ആ ഭഗവാന്റെ ആ ഒരു മഹാരൂപം കാണുന്നത് നിങ്ങളുടെ കഷ്ടകാലം അവസാനിക്കാറായി എന്നതിന്റെ ലക്ഷണമാണ്. ഒരു നാഗത്തെയോ ഗംഗാ പ്രവാഹത്തെയോ ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ ശുദ്ധീകരിക്കപ്പെടാൻ പോകുന്നു എന്നാണ് അർത്ഥം. മഹാദേവനെ സ്വപ്നത്തിൽ കാണുന്നത് കേവലം ഒരു യാദൃശ്ചികതയല്ല, അത് ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമാണ് എന്ന് തന്നെ പറയാം. ഇനി നിങ്ങളൊരു ശിവക്ഷേത്രമാണ് കാണുന്നതെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ അസ്വസ്ഥതകൾ മാറി ഒരു മാനസിക സമാധാനം കൈവരിക്കാൻ പോകുന്നു എന്നാണ് അർത്ഥം കേട്ടോ. നിങ്ങളുടെ കഷ്ടതകൾ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാൻ സമയമായി എന്നത് നമുക്കിതിലൂടെ മനസ്സിലാക്കാം. മഹാദേവ ദർശനം പ്രധാനമായും ശത്രുദോഷം മാറുന്നതിനും ദാരിദ്ര്യത്തിൽ നിന്നും മോചനം ലഭിക്കുന്നതിനും സഹായിക്കുമെന്ന് പറയപ്പെടുന്നുണ്ട്. ഒരു നാഗത്തെയോ അല്ലെങ്കിൽ ഭഗവാന്റെ ആയുധമായ ത്രിശൂലമോ ആണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും ഒരു സുരക്ഷാ കവചം ഒരുങ്ങുന്നു എന്നാണ് ഇതിനർത്ഥം. ഭഗവാൻ നിങ്ങളെ സംരക്ഷിക്കാൻ കൂടെ തന്നെയുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ ഉറപ്പാണ് ഇങ്ങനെ മഹാദേവനെ നമ്മൾ സ്വപ്നത്തിൽ കാണുന്നത്. ശിവനെ സ്വപ്നം കാണുന്നത് പലപ്പോഴും ഒരു പുനർജന്മം പോലെയാണ്. ഒരു പുരാണ കഥയുണ്ട്. ഭാഗവതത്തിലും മറ്റും പറയുന്നത് പോലെ മഹാദേവൻ വൈരാഗ്യത്തിന്റെ മൂർത്തിയാണ്. ഒരിക്കലൊരു ഭക്തൻ തന്റെ എല്ലാ സമ്പാദ്യവും നഷ്ടപ്പെട്ട് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചുറങ്ങിയ രാത്രിയിൽ സ്വപ്നത്തിൽ കണ്ടത് സാക്ഷാൽ കൈലാസനാഥനെയാണ്. ഭഗവാൻ തന്റെ ജടയിൽ നിന്ന് ഗംഗയെ ഒഴുക്കി വിടുന്നതായിരുന്നു ആ ദൃശ്യം. ആ ഭക്തൻ ഉണർന്നത് പുതിയൊരു ഉണർവോടെയാണ്. ഗംഗാപ്രവാഹം പോലെ തന്റെ ചിന്തകൾ ശുദ്ധീകരിക്കപ്പെട്ടത് അദ്ദേഹം അറിയുകയാണ്. നിങ്ങൾ ശിവലിംഗമോ നന്ദിയെയോ അല്ലെങ്കിൽ ചിദംബര നടനമാടുന്ന ഭഗവാനെയോ ആണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ ഭസ്മമാകാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണിത്. നിങ്ങൾ നേരിടുന്ന പ്രശ്നം എന്തു തന്നെ ആയാലും അതൊക്കെ വെറും ഭസ്മം പോലെ നിസ്സാരമാണ്, ഞാൻ കൂടെയുണ്ട് എന്ന് സാക്ഷാൽ മഹാദേവൻ നമ്മളോട് സാക്ഷ്യപ്പെടുത്തുകയാണ്.
ഇനി നമുക്ക് നമ്മുടെ കണ്ണിനിലേക്ക് വരാം. നമ്മുടെ വിരലിൽ തൂങ്ങി കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൊച്ചു കുറുമ്പൻ. വൈശാഖ മാസത്തിൽ കൃഷ്ണനെ സ്വപ്നം കാണുന്നത് എത്ര വലിയ ഭാഗ്യമാണെന്ന് നിങ്ങൾക്കറിയോ? ഓടക്കുഴൽ വായിക്കുന്ന രൂപം അല്ലെങ്കിൽ വെണ്ണയുണ്ടെന്ന ബാലനെയോ ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഉറപ്പിക്കുക, നിങ്ങളുടെ ജീവിതത്തിലെ ഒറ്റപ്പെടൽ അവസാനിച്ചിരിക്കുന്നു. പലരും പറയാറുണ്ട്, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതി കരഞ്ഞുറങ്ങിയ രാത്രിയിലാണ് കണ്ണൻ സ്വപ്നത്തിൽ വന്നത് എന്ന്. കൃഷ്ണന്റെ സാന്നിധ്യം നിങ്ങളെ അറിയിക്കുന്നത് നീ തനിയെയല്ല, നിന്റെ കൂടെ ഞാനുണ്ട് എന്ന് തന്നെയാണ്. കൃഷ്ണന്റെ കയ്യിലെ മയിൽപീലിയോ ഓടക്കുഴലോ ആണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ സന്തോഷങ്ങൾ വരാനിരിക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥം. ഭഗവാൻ കൂടെ ഉണ്ടെന്ന തിരിച്ചറിവ് നൽകുന്ന ആ ഒരു സമാധാനം, അത് വാക്കുകൾക്കൊക്കെ അപ്പുറമാണല്ലേ. ഇനിയും സംരക്ഷണത്തിന്റെ കവചം തീർക്കാൻ മഹാവിഷ്ണുവിനെയാണ് നമ്മൾ സ്വപ്നത്തിൽ കാണുന്നതെങ്കിലോ? ശംഖും ചക്രവും ഗദയും പത്മവും ധരിച്ച ചതുർബാഹു രൂപം. അനന്തശയനത്തിൽ വിഷ്ണു ഭഗവാനെ കാണുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്, സ്വപ്നഭാഗ്യമാണ് എന്ന് തന്നെ നമ്മൾക്ക് പറയാം. നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വലിയൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പോവുകയാണെങ്കിൽ, ഭഗവാന്റെ ഈ ദർശനം നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരു കവചം പോലെയാണ് എന്ന് തന്നെ പറയാം. ഒരു കഥയുണ്ട്. തന്റെ ബിസിനസ് തകർന്നു നിൽക്കുന്ന സമയത്ത് ഒരു വ്യക്തി ഭഗവാന്റെ പാദങ്ങൾ സ്വപ്നങ്ങളിൽ കാണുകയുണ്ടായിട്ടോ. ഉണർന്നപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച ആത്മവിശ്വാസം ചെറുതല്ലായിരുന്നു അത്രേ. വിഷ്ണു ഭഗവാന്റെ ദർശനം അർത്ഥമാക്കുന്നത് നിങ്ങൾ ഇപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാണ് എന്നും അതിന് ഈശ്വരന്റെ അനുമതിയുണ്ട് എന്നുമാണ്. ഐശ്വര്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയാണ് ഇവിടെ. ഇനി കണ്ണനെ സ്വപ്നത്തിൽ കാണുന്നത് പലർക്കും പല രീതിയിലായിരിക്കും. നിങ്ങൾ കണ്ടത് ഏത് രൂപത്തിലാണ് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഭഗവാൻ ഓടക്കുഴൽ ഊതിക്കൊണ്ട് നിങ്ങളുടെ മുൻപിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ കലഹങ്ങൾ മാറാൻ പോകുന്നു എന്നാണ് അർത്ഥം. ആ സംഗീതം നിങ്ങളുടെ ആത്മാവിനെ ശുദ്ധീകരിക്കും. ഇനി നിങ്ങൾ കാണുന്നത് മഞ്ഞ പട്ടുടുത്ത, അതായത് പീതാംബരധാരിയായ രൂപമാണെങ്കിൽ അത് നിങ്ങളുടെ വീട്ടിലേക്ക് വരാനിരിക്കുന്ന വലിയൊരു ഐശ്വര്യത്തിന്റെ ലക്ഷണമാണ്. ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ചിലർക്ക് രാധാകൃഷ്ണന്മാരെ ഒരുമിച്ച് സ്വപ്നത്തിൽ കാണാൻ ഭാഗ്യം ലഭിക്കാറുണ്ട് കേട്ടോ. ഇത് കുടുംബ ബന്ധങ്ങളിലെ വിള്ളലുകൾ മാറാനും ദാമ്പത്യം സന്തോഷകരമാകാനും സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ചെറിയൊരു ഉണ്ണിയായിട്ട് ഭഗവാനെ നമ്മൾ കാണുകയാണ്, വീടിനുള്ളിൽ ഓടി നടക്കുന്നതായിട്ട് കാണുകയാണെങ്കിൽ ആ വീട്ടിലെ ദുഃഖങ്ങൾ മാറി സന്തോഷം വരാൻ പോകുന്നു എന്നാണ് അർത്ഥം. ഭഗവാൻ നിങ്ങളുടെ വീട്ടിലെ ഒരംഗമായി മാറി നിങ്ങളെ കാത്തുരക്ഷിക്കും എന്നതിന്റെ ഒരു ഉറപ്പ് കൂടിയാണിത്. ഇനി പ്രസാദം കിട്ടുന്നത് പോലെ കാണുക. അതായത് സ്വപ്നത്തിൽ നമുക്ക് ക്ഷേത്രത്തിൽ നിന്ന് കുറച്ച് പ്രസാദം കയ്യിൽ കിട്ടുന്നത് പോലെ കാണുക, അല്ലെങ്കിൽ ഭഗവാൻ നിങ്ങളെ നോക്കി പുഞ്ചിരിക്കുക എന്നിവ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഭഗവാന്റെ അംഗീകാരം ലഭിച്ചു എന്നതിന്റെ അടയാളമാണ്. അതായത് നമ്മളുടെ ആ ഒരു സമയത്തെ പ്രാർത്ഥനകളെല്ലാം തന്നെ ഭഗവാൻ കൈക്കൊണ്ടിരിക്കുന്നു, അതിന്റെ തൽഫലം നമ്മൾക്ക് ജീവിതത്തിൽ ചേർത്ത് കിട്ടുമെന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത്. ചിലപ്പോൾ ഭഗവാൻ സ്വപ്നത്തിൽ എന്തെങ്കിലും പറയുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ടാവും. അത് കൃത്യമായി ഓർത്തെടുക്കാനൊന്ന് ശ്രമിക്കണം കേട്ടോ. കാരണം അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്ദേശമായിരിക്കും. അതായത് ഭഗവാൻ നമ്മളോട് എന്തോ പറയാൻ ശ്രമിക്കുന്നതായിട്ട്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭഗവാൻ നമ്മളോട് എന്തോ സംസാരിച്ചുവല്ലോ എന്നൊരു ഓർമ്മ ഉണ്ടാവും. പക്ഷെ ഓർത്തെടുക്കാൻ നോക്കിയിട്ട് പറ്റുന്നുണ്ടാവില്ല. എന്നാലും നിങ്ങളൊന്ന് ശാന്തമായ മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ട് ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഭഗവാൻ എന്താണ് നമ്മളോട് പറയാൻ ഉണ്ടായിരുന്നത് എന്ന് ഓർത്തെടുക്കാൻ സാധിച്ചാൽ അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരിക്കും നമ്മുടെ ജീവിതത്തിലെ. കണ്ണൻ സ്വപ്നത്തിൽ വരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹം നിറയാൻ പോകുന്നു എന്നതിന്റെ ലക്ഷണമാണ് കേട്ടോ. സുധാമാവിന്റെ കഥ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ദാരിദ്ര്യത്തിന്റെ പാരമ്യത്തിൽ നിൽക്കുമ്പോഴും ആ ഹൃദയത്തിൽ കൃഷ്ണൻ ഉണ്ടായിരുന്നു. ഭഗവാൻ സ്വപ്നത്തിൽ വന്ന് ചിരിക്കുന്നത് കണ്ടാൽ നിങ്ങളുടെ കഷ്ടപ്പാടുകളുടെ ഭാണ്ഡം അഴിച്ചു മാറ്റാൻ സമയമായി എന്ന് തന്നെ വിശ്വസിക്കാം. കണ്ണൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ഒരു കൂട്ടുകാരനായിട്ടാണ്. കൂടെ നടക്കാനും നമ്മളെ നയിക്കാനും ഒക്കെ ആയിട്ടാണ് ഭഗവാൻ വരുന്നത്. പല ഭക്തരും പറയാറുണ്ട്, ഗുരുവായൂരപ്പനെ ദർശിക്കാൻ പോകാൻ കഴിയാതെ വിഷമിച്ചിരിക്കുമ്പോൾ ഭഗവാൻ സ്വപ്നത്തിൽ വന്ന് ദർശനം നൽകിയ കഥകൾ. വിഷ്ണു ഭഗവാൻ ചതുർബാഹുവായി ശംഖും ചക്രവും ഏന്തി നിൽക്കുന്നത് കാണുന്നത് നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പൂർണ്ണമായ സംരക്ഷണം ഉണ്ടെന്നതിന്റെ തെളിവാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും രോഗബാധിതരായിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ ഈ ദർശനം ഒരു സൗഖ്യമായി തന്നെ മാറുന്നതാണ്. അദ്ദേഹം പാലാഴി പോലെ ശാന്തമായ മനസ്സും നമ്മൾക്ക് നൽകും. ഇനി അമ്മയുടെ മടിത്തട്ട് ആദിപരാശക്തി. അമ്മയെ കാണുന്നത് എപ്പോഴും ഒരു ആശ്വാസമാണല്ലേ. അത് മൂകാംബിക ദേവിയാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാമത്തിലെ പരദേവതയും ആവാം. ദേവി സ്വപ്നത്തിൽ വരുന്നത് പലപ്പോഴും ഒരു സ്ത്രീയുടെ രൂപത്തിലോ കൊച്ചു പെൺകുട്ടിയുടെ രൂപത്തിലോ ആവാം. അമ്മ നിങ്ങൾക്ക് എന്തെങ്കിലും നൽകുന്നതായി കണ്ടാൽ, അതായത് പഴങ്ങളോ പൂവോ മറ്റ് നിങ്ങൾക്ക് പ്രിയപ്പെട്ട എന്തെങ്കിലും വസ്തുവോ നിങ്ങൾക്ക് നൽകുന്നതായിട്ടാണ് നമ്മൾ സ്വപ്നത്തിൽ കാണുന്നതെങ്കിൽ അത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമാണ് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ അമ്മയുടെ തലോടൽ സ്വപ്നത്തിൽ അനുഭവപ്പെടുന്നത് നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന വലിയ സത്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ്. ഭയം മാറി ധൈര്യം കൈവരിക്കാനുള്ള ഒരു സമയമാണിത് എന്ന് അമ്മ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളെ.
ശാന്ത സ്വരൂപിയായ അമ്മയെ കാണുന്നത് നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കപ്പെട്ടു എന്നതിന്റെ ഉറപ്പാണ്. മഞ്ഞളോ കുങ്കുമമോ അല്ലെങ്കിൽ പൂക്കളോ നിറഞ്ഞൊരു ദേവീക്ഷേത്രമാണ് നിങ്ങൾ സ്വപ്നം കാണുന്നതെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊരു മംഗളകർമ്മം നടക്കാൻ പോകുന്നു ഉടനെ എന്ന് തന്നെ വിശ്വസിക്കാം. ഇനി അമ്മയുടെ കൈകൾ നിങ്ങളുടെ തലയിൽ സ്പർശിക്കുന്നതായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു എന്നാണ് അമ്മ നമ്മളോട് സ്വപ്നത്തിൽ കൂടി പറയുന്നത്. ഇനി ക്ഷേത്രം നമ്മൾ ദൂരെ നിന്ന് ഇങ്ങനെ കാണുന്നതായിട്ടോ, ഗുരുവായൂർ ക്ഷേത്രം പോലെയുള്ള ക്ഷേത്രങ്ങൾ ദൂരെ നിന്ന് നമ്മളിങ്ങനെ ദർശിക്കുന്നതായിട്ട് ചിലപ്പം സ്വപ്നത്തിൽ കാണും. അങ്ങനെയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ എന്തോ ഒരു പുതിയ തുടക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്നു എന്നതിന്റെ ഒരു ലക്ഷണമാണ് കേട്ടോ. അതുപോലെ ചിലർക്ക് ക്ഷേത്ര കുളമോ അല്ലെങ്കിൽ വലിയൊരു ഗോപുരമോ ഒക്കെയാവും സ്വപ്നത്തിൽ തെളിയുക. ഉണരുമ്പോൾ ആ ക്ഷേത്രം ഏതാണെന്ന് പോലും നമ്മൾക്ക് അറിയുന്നുണ്ടാവില്ല. പക്ഷെ ആ ചന്ദനത്തിരിയുടെ മണവും ആ പ്രസാദത്തിന്റെ ഗന്ധവും കൂടെ ഉണ്ടാവും. ഇത് നിങ്ങളുടെ പൂർവ്വ പുണ്യം ഉണരുന്നതാണ് കേട്ടോ. ആ ദിവസം നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് സന്തോഷവാനായിരിക്കുന്നതും അറിയാൻ സാധിക്കും. അതുപോലെ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ക്ഷേത്ര നട സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടോ? അത് നമ്മൾ ക്ഷേത്രത്തിലേക്ക് ചെല്ലുമ്പോൾ ക്ഷേത്ര നട അടഞ്ഞു കിടക്കുന്നതായിട്ടാണ് നമ്മൾ സ്വപ്നം കണ്ടിട്ടുള്ളതെങ്കിൽ അതിന് ചില ലക്ഷണങ്ങളുണ്ട് കേട്ടോ, അതിന് ചില ഫലങ്ങളുണ്ട്. അതായത് നമ്മുടെ കാര്യങ്ങളിൽ അല്പം കൂടി ക്ഷമ വേണമെന്നും പ്രാർത്ഥനകൾ തുടരണമെന്നുമാണ് അത് സൂചിപ്പിക്കുന്നത്. അതായത് കുറച്ച് തടസ്സങ്ങളുണ്ട് നമ്മുടെ കാര്യങ്ങളിലൊക്കെ. അപ്പം നമ്മൾ ആ ഭഗവാനോട് ദേവിയോടൊക്കെ അത്രമേൽ അടുത്ത് നിന്നൊന്ന് പ്രാർത്ഥിക്കുക. ഇഷ്ടദേവനോടോ ദേവിയോടോ അത്രമേൽ അടുത്ത് നിൽക്കണം എന്നുള്ളൊരു സൂചനയാണ് ക്ഷേത്ര നട അടഞ്ഞു കിടന്നതായിട്ട് നമ്മൾ സ്വപ്നം കണ്ടാലുള്ള ഫലം. ഇനി ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നതായിട്ട്, അതായത് നമ്മൾ ക്ഷേത്രത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വലിയൊരു ജനക്കൂട്ടം, ഉത്സവം അങ്ങനെയൊക്കെ ആയിട്ട് കാണുന്നതെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഉടൻ തന്നെ ഒരു മംഗളകർമ്മം നടക്കാൻ പോകുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണത് കേട്ടോ. ഇനി ക്ഷേത്രക്കുളം നമ്മൾ സ്വപ്നത്തിൽ കാണുകയാണ്. ശുദ്ധമായ ജലം നിറഞ്ഞ ക്ഷേത്രക്കുളം കാണുന്നത് മനസ്സ് ശുദ്ധീകരിക്കപ്പെടുന്നതിനും വിട്ടുമാറാത്ത രോഗങ്ങളിൽ നിന്നുള്ള മോചനത്തിനും കാരണമാവുന്നു എന്നാണ് പറയുന്നത്. ഇനിയും തകർന്നു കിടക്കുന്ന ക്ഷേത്രം മിക്കവരും സ്വപ്നത്തിൽ കാണുന്ന ഒരു കാര്യമാണല്ലേ. ഈ തകർന്നു കിടക്കുന്ന ക്ഷേത്രം നിങ്ങൾ എപ്പോഴെങ്കിലും സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആത്മീയതയിൽ, അതായത് ഭഗവാനോട് നമ്മൾ അത്രയും ചേർന്ന് നിൽക്കുന്നതിൽ എന്തോ ഒരു വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഭഗവാനോട് നമ്മളൊന്ന് അകന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് അടുക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ആ ഒരു സ്വപ്ന ദർശനം നൽകുന്നത്. അതുകൊണ്ട് അത്രയും കൂടി നമ്മൾ ഭഗവാനോട് ഒന്നും കൂടി അടുത്ത് നിൽക്കാനായിട്ടൊന്ന് ശ്രമിക്കുക കേട്ടോ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരം സ്വപ്നങ്ങൾ കാണുമ്പോൾ അത് മറ്റുള്ളവരോട് പറഞ്ഞ് അതിന്റെ ചൈതന്യം കളയാൻ നിൽക്കരുത്. പകരം ഭഗവാനോട് നന്ദി പറയുക. പലരും ഇങ്ങനെ ചോദിക്കാറുണ്ട്, എനിക്ക് സ്വപ്നം ഓർമ്മയില്ല പക്ഷെ എന്തോ കണ്ടു എന്നൊരു ഉറപ്പുണ്ട് എന്ന്. അത് സത്യത്തിൽ നിങ്ങളുടെ ഉള്ളിലെ ഈശ്വര ചൈതന്യം ഉണരുന്നതിന്റെ ലക്ഷണമാണ്. ആ ദിവസം നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ വളരെ പോസിറ്റീവായിട്ട് ഇരിക്കുന്നതായിട്ട് നമ്മൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. അത്തരം ദിവസങ്ങളിൽ ഒരു നാമം ജപിക്കുന്നതോ ക്ഷേത്ര ദർശനം നടത്തുന്നതോ ആ ഒരു ഊർജത്തെ, ആ ഒരു പോസിറ്റിവിറ്റിയെ നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. ഈ വൈശാഖ മാസത്തിൽ പുലർച്ചെ നിങ്ങൾ കാണുന്ന ഇത്തരം ദൃശ്യങ്ങളെ ഒരിക്കലും അവഗണിക്കാൻ പാടില്ല കേട്ടോ. അവ ഈശ്വരൻ നമ്മൾക്ക് നൽകുന്ന സന്ദേശങ്ങളാണ്. ജീവിതത്തിന്റെ ഓട്ടപ്പാച്ചിലിനിടയിൽ ഭഗവാൻ നിങ്ങളോട് പറയുകയാണ്, ഒന്ന് നിൽക്കൂ, ശാന്തനാവൂ, ഞാൻ ഇവിടെയുണ്ട്. ഈ ഒരു തിരിച്ചറിവാണ് നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടത്. നിങ്ങൾ അവസാനമായി കണ്ട ദിവ്യ സ്വപ്നം എന്തായിരുന്നു? അത് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് വരുത്തിയത്? അത് താഴെ കമന്റുകളിൽ ഒന്ന് പങ്കുവെക്കുക കേട്ടോ. നമ്മൾ ഓരോരുത്തരുടെയും അനുഭവങ്ങൾ മറ്റൊരാൾക്ക് വെളിച്ചമാവും. ഈ പുണ്യമാസത്തിൽ എല്ലാവർക്കും ആ ഈശ്വര ചൈതന്യം അനുഭവിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട് നമ്മൾക്ക് കാണാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ജീവിതത്തോട് ചേർന്ന് തന്നെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.